പ്ലാവും തൈ. അത് മനസ്സിലായി. എന്താ ഉദ്ദേശം? ബോൺസായി മരങ്ങളുടെ ബിസിനസ്. ബോൺസായി മരങ്ങൾ. ബോൺസായി. ഇത് ബോൺസായി ആണ്? ഇത് ബോൺസായി അല്ല. ഇതിനകത്ത് വേറൊരു തൈയുടെ വന്നിട്ട് ഇതിനകത്ത് ഇതിപ്പോ പ്ലാവ് ചീമച്ചക്കയുടെ തൈയുടെ ചേറ്റിട്ട് ഇത് ബോൺസായി ആക്കും. കളിയാക്കണ്ട, ഈ കളിയാക്കൽ ഞാൻ പ്രതീക്ഷയാണ്. അതായത് ഇതിനകത്ത് ഒരുപാട് നൂതന സാങ്കേതിക വശങ്ങളുണ്ട്. പണക്കാർ ഈ സ്റ്റെയറിന്റെ സൈഡില് പിന്നെ കണ്ണാടി അതിനകത്തൊക്കെ ബോൺസായി മരം വെച്ച് നോക്കും. ഭയങ്കര പൈസക്കാ വന്ന്. ഇതിപ്പം ഇതിനകത്ത് ചീമച്ചക്കയുടെ വെച്ച് കഴിഞ്ഞാൽ 2000 രൂപയ്ക്ക് ഒരു മുടി പോകും. വെച്ചടി ഒരു കർഷകൻ. മരങ്ങളും ചില ആകാശം മുട്ടം വളരേണ്ടതാണ്. അതങ്ങ് വളർന്നു പോട്ട്. അതിനകത്ത് എത്ര കിളികൾ കൂട് വയ്ക്കും, എത്ര ഓരോ ഫലങ്ങൾ തരുന്നതാണ് മരങ്ങൾ. അതല്ലേ എൻ്റെ കർമ്മം, ധർമ്മം. ഇനി ചുമ്മാ ആവശ്യമില്ലാതെ നീ ഇതൊക്കെ ബോൺസായൊക്കെ ചെറിയ ചെറിയ ചെടികളാക്കിക്കൊണ്ട് വീടിനകത്ത് വെച്ചിട്ട് എന്ത് കാര്യമാണ്? സൂര്യപ്രകാശം മുട്ടം പോകുന്ന മരങ്ങൾ ഇല വീണ് അയ്യ മൊത്തവും നശിപ്പിക്കുന്നുണ്ട്. കിളികൾ തൂറി പരിസരം മൊത്തവും നശിപ്പിക്കുന്നുണ്ട്. പാമ്പ്, ചേര, പരുന്ത് കയറി കൂടെ ഉണ്ടാക്കി ശബ്ദം ഉണ്ടാക്കി നമുക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ട്. ഇത് പെരയ്ക്കകത്തൊരു ചീമച്ചക്ക വളർന്നു നിൽക്കുന്ന കാണാൻ എന്ത് രസമായിരിക്കും എന്ന് ആലോചിച്ചു. നീ ഒന്ന് ആലോചിക്കണം. ഈ മരങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇവിടുത്തെ അവസ്ഥ ഒന്ന് ആലോചിക്കണം. ആലോചിച്ചു എന്നിട്ട് എന്നെ വിളിച്ചാൽ മതി. പോ, എടുത്തോണ്ട് പോ. ഇതെന്ത് കൂഴ വരിക്കേ? ഇത് വരിക്കാം. താഴെ അവിടെ കൊണ്ടുനടണം. തെങ്ങ് പൊട്ടിപ്പുണ്ട്, അവിടെ കൊണ്ടുനട്. ഞാനിവിടെ ഒരു ഫാം തുടങ്ങും. അന്നേരം മച്ചമ്മ എൻ്റെ അടുത്ത് ബോൾസായി ജോയില് ഒരു തൈ ഞാൻ തരത്തില്ലല്ലോ. നമ്മളെ കൊണ്ടൊരു കാര്യം ചെയ്യിപ്പിക്കത്തുമില്ല. തക്കുടോ, പോലീസുകാർക്ക് വേണ്ടുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന് ബുദ്ധി, മറ്റൊന്ന് ശക്തി. ഈ ബുദ്ധി ശക്തി നമുക്ക് ഒരേപോലെ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നല്ലൊരു പോലീസുകാരനാവാൻ പറ്റുള്ളൂ. കാരണം ഏത് സമയത്ത് ഏതാണ് ഉപയോഗിക്കണമെന്ന് അറിയാൻ പറ്റില്ല നമുക്ക്. ചിലപ്പോൾ ബുദ്ധിയായിരിക്കും പ്രയോഗിക്കേണ്ടിരുന്നത്, ചിലപ്പോൾ ശക്തിയായിരിക്കും പ്രയോഗിക്കേണ്ടത്. അപ്പം ശക്തി വേണമെന്നുണ്ടെങ്കിലേ ഇതുപോലുള്ള പലഹാരം കഴിച്ചാൽ പോരാ. നല്ല ഏത്തപ്പഴം, മുട്ട, പാല്, പോഷകമൂല്യമുള്ള കാര്യങ്ങൾ കഴിക്കണം. എങ്കിൽ മാത്രമേ ശക്തി വരുള്ളൂ. എങ്കിലും നമുക്ക് പോലീസ് കയറാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ഇതൊന്നും കഴിക്കണ്ട, അധികം കഴിക്കണ്ട കേട്ടോ മക്കളെ. അമ്മ ഇതൊക്കെ എടുത്ത് തരും. എൻ്റെ പൊന്നു മച്ചമ്മ, കുഞ്ഞിൻ്റെ അടുത്ത് എന്തൊക്കെയായി പറഞ്ഞു കൊടുക്കുന്നത്? മലയാളം ഇപ്പോഴേതും മുട്ടയും പാലും ഏത്തപ്പഴമൊന്നും കഴിക്കരുത്. അതൊന്നും വയറിന് പിടിക്കത്തില്ല. പിന്നെന്ത് ചെയ്യണം? എനിക്ക് പിടിച്ചാലോ? ഞാൻ കഴിക്കത്തില്ലേ? അച്ചപ്പമാണോ നീ എവിടെ പോയിരുന്നേ? അത് കൊള്ളാം. 1-ാം തരം ഒരു ജോലി ഏൽപ്പിച്ചിട്ട് ഞാൻ പോയത് കളഞ്ഞ് മറിച്ചിട്ട് വന്നപ്പോൾ എവിടെ പോയിരുന്നു? എന്ത് ജോലി? പ്ലാവ് കൊണ്ട് അവിടെ നടാൻ പറഞ്ഞില്ലേ? ഞാൻ കൊണ്ട് നട്ട്. പ്ലാവ് കുഴിയെടുത്ത് മണ്ണ് മാറ്റി അത് ആ റബ്ബർ കീറി അതിനകത്തോട്ട് വെച്ചു, വെള്ളം കൊണ്ടൊഴിച്ചു, വളമിട്ടു, ചാമ്പലിട്ട്, എന്തെല്ലാം പണി. ഊപ്പാട് വന്നു. ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ക്ഷീണം, നല്ല ക്ഷീണമുണ്ട്. ഞാൻ ആ ബഷീറിന്റെ കടയിൽ പോയി 4 പൊറോട്ട ഒരു ബീഫും കഴിച്ച പാട് എനിക്ക് അറിയത്തുള്ളൂ. നീ ഈ പറഞ്ഞ കണക്ക് ഒരു ചെറിയ പ്ലാവ് എടുത്ത് കുഴിച്ച് വെക്കാൻ വേണ്ടി നിനക്ക് ഇത്തിരി സാധനം വേണം അല്ലേ? പിന്നെ ക്ഷീണം ഉണ്ടാകത്തില്ല. അപ്പൊ നീ ഒരു കിണർ കുഴിക്കാത്ത എന്ത് വേണ്ടി വരും നിനക്ക്? ഒരു തൊടിക്ക് 4 പൊറോട്ടയും അരക്കോഴി. അപ്പോൾ ഒരു 30 തൊടി ഉണ്ടെങ്കിൽ 3 12 120 പൊറോട്ട. എന്റെ പൊന്നുമക്കൾ വിശന്നിരിക്കുമ്പോൾ അവൻ്റെ അടുത്ത് പോയിരിക്കരുത് കേട്ടാ. അവൻ മെഴുകു നിന്നെ. നല്ല കോമഡി. ഒന്ന് എന്ത് ചെയ്യുന്നപ്പോ ഇന്ന് വർക്ക്ഷോപ്പ് പോക്ക് നിർത്തി. ക്ഷീണം. ഇന്നത്തെ അധ്വാനം ഇവിടെ കൊണ്ട് തീർത്തു. ഇന്നിനി 12 മണി കഴിഞ്ഞ് നാളത്തെ അധ്വാനം ആലോചിക്കും. പറക്കൂർ തന്നെ പോകും. മക്കളെ, അധ്വാനം എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. ചിലർ അവർ ചെയ്യുന്ന ജോലിയോട് കാണിക്കുന്ന ആത്മാർത്ഥ അധ്വാനമായിട്ട് ചെയ്യും, അതൊരു അധ്വാനമാണ്. ചിലർ ഒന്നും ചെയ്യാതെ വീട്ടിൽ കുത്തിയിരിക്കും, അതൊരു അധ്വാനമാണ്. ചിലർ വലിച്ചുമാരി തിന്നുന്നതാണ് അവരുടെ അധ്വാനം. അതേപോലെ വേറെ ചിലരുണ്ട് മക്കളെ, 1-ാം തരം സർക്കാർ ജോലി ഉണ്ടായിട്ട് അതിനും പോകാതെ എന്തു കാര്യം പറഞ്ഞാൽ അതിനിങ്ങനെ ഉപദേശം കൊടുത്ത് എല്ലാവരും വെറുപ്പിക്കും. അതും ഒരു അധ്വാനം. ചെറിയ വലിയ അച്ചപ്പത്തിനോ